അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് കറിവേപ്പില എങ്ങനെ തഴച്ച് വളർത്താമെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് കറിവേപ്പില നല്ലോണം പിടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് വളർന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നല്ല കട്ട തൈര്, നല്ല പുളിയുള്ള തൈരായിരിക്കണേ, അതെടുത്തിട്ട് അത് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിക്കണം. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അത്രയും തൈരിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം ചേർക്കണം. വെള്ളം ചേർത്ത് നല്ലോണം അടിച്ചെടുത്തിട്ട് 1 ലിറ്റർ സ്പ്രേ ചെയ്യുന്ന കുപ്പിക്കകത്താക്കി നമുക്ക് ഈ വേപ്പ് തൈ നട്ട് ഒരുവിധം ഇലയൊക്കെ വന്ന് ഈ മുരടിച്ചൊക്കെ നിൽക്കുന്ന വേപ്പുണ്ടല്ലോ, അതിലേക്ക് നിങ്ങളൊന്ന് ഇത് സ്പ്രേ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേപ്പ് തഴച്ച് വളരുകയും ചെയ്യും. അതുപോലെ ശിഖരങ്ങളൊക്കെ നിറച്ച് പൊട്ടി ഇലകളൊക്കെ വന്ന് നല്ല ബുഷ് രൂപത്തിൽ ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ വേപ്പ് ഒടിച്ചെടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂമ്പ് തന്നെ ഒടിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ ഇല ഞെട്ടിലൂടെ അടുത്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോഴാണ് വേപ്പ് പെട്ടെന്ന് മുരടിച്ച് പോവുകയും അതുപോലെ തന്നെ ഇലയൊക്കെ ഒരു സൈസ് രോഗം, പുള്ളി രോഗങ്ങളൊക്കെ വന്ന് മുരടിച്ചും അതിന് പിന്നെ കരിഞ്ഞൊക്കെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. നിങ്ങളെപ്പോൾ വേപ്പ് ഒടിച്ചെടുക്കുമ്പോഴും ഒടിച്ചും അതിൻ്റെ മുകളിൽ നിന്ന് ഒടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിന് ചുറ്റും വളർന്ന് ഒരു ബുഷ് രൂപത്തിലായി കിട്ടും കേട്ടോ. ഞാൻ പല രൂപത്തിലും പല ശ്രമങ്ങളും നടത്തിയിട്ട് വേപ്പ് ഇതുവരെ പിടിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് ഞാനൊരു പെയിൻറ്റിൻ്റെ ടിന്നിനകത്താണ് ആദ്യം ചെറുതായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ പിടിച്ച് വരാനായിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുക്കണം. പിടിച്ചതിന് ശേഷം കേട്ടോ, ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചായച്ചണ്ടിയില്ലേ, അതായത് ചായയുടെ മട്ട എടുത്തിട്ട് ചായ ഊറ്റിയെടുക്കുന്ന ചായയുടെ ചണ്ടി എടുക്കുക. അത് പക്ഷേ മധുരം ഇട്ടതായിരിക്കരുത് കേട്ടോ, മധുരമില്ലാത്ത ചണ്ടിയായിരിക്കണം. അതെടുത്ത് കുറച്ച് എല്ലാം ടിന്നിനകത്താക്കി വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോൾ അതിന് ചുവട്ടിനിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഈ തൈരല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം അത് നമ്മൾ 2-3 ദിവസം എന്തെങ്കിലും പാട്ടയ്ക്കകത്ത് ഒഴിച്ച് കുളിക്കാൻ വേണ്ടി വെച്ചേക്കണം. ഇതുണ്ടോ, ഇതുപോലെ അങ്ങ് ബുഷ് പോലെ വളർന്നു. ഇപ്പോൾ ആ ചെടി ഞാനത് ഈ ടിന്നിൽ നിന്ന് പറിച്ചെടുത്ത് മണ്ണോട് കൂടി താഴെ ഇളക്കി വെച്ച് ഇതുപോലെ ആക്കിയെടുത്തേക്കാം കേട്ടോ. ഇതുപോലായി വളരാനായിട്ട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഇത് മാത്രം ചെയ്താൽ മതി, ഒരു വളവും ചെയ്യണ്ട. പിന്നെ എപ്പോഴും ഇല കുളിർത്ത് നനഞ്ഞിരിക്കുന്ന രൂപത്തിൽ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ തൈര് മോരിൻ്റെ വെള്ളം, അതായത് നല്ല കട്ടിയുള്ള തൈര് പുളിപ്പിച്ചതായിരിക്കണം. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നല്ലോണം പുളിച്ചതാണെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ല കട്ട പിടിക്കുകയാണെങ്കിൽ മിക്സിയിലിട്ട് അരിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക മുകളിലൊക്കെ. ബാക്കിയുള്ളത് അതിൻ്റെ അടി നല്ലോണം ഇളക്കി മാന്തിയിട്ട് അതിനടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ വേപ്പ് നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും. അതുപോലെ ഇലയ്ക്ക് യാതൊരു കംപ്ലൈൻറ്റ് രോഗങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. കാണാൻ അടിപൊളിയായിരിക്കും. എൻ്റെ വേപ്പ് കണ്ടോ, ഇപ്പോൾ തഴച്ച് വളർന്ന് ഈ രൂപത്തിലായി. ഇത് കണ്ടാൽ തന്നെ എല്ലാവരും ചോദിക്കും, ഇത് എങ്ങനെയാണ് വേപ്പ് ഇങ്ങനെ പിടിക്കുന്നത്, എവിടെ വെച്ചാലും പിടിക്കുന്നില്ലല്ലോ. അപ്പോൾ ആകെ നമ്മൾ ചെയ്യേണ്ടത് ഒരു അടിവെള്ളം ഒന്നും കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു ചെടി ഞാനിതിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ ടിന്നിനകത്ത് വെച്ചത്. കൊണ്ടുവരുമ്പോൾ തന്നെ ഒരുവിധം മുരടിച്ച പോലെയൊക്കെ ഇരുന്നായിരുന്നു. പക്ഷെ ഞാൻ ഇത് ചെയ്തു, ഈ പ്രയോഗം നടത്തിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഗുണങ്ങൾ. പിന്നെ ഇലയൊക്കെ നല്ല വലിയ ഇലയും കാണാൻ നല്ല ഭംഗിയായിട്ട് ആ വേപ്പ് വന്നേക്കുന്നത്. പക്ഷെ എപ്പോഴും ഒടിച്ചെടുക്കണം കേട്ടോ. ഒടിച്ച് ചുറ്റിനും ഒടിച്ചെടുത്താലേ നമുക്ക് ഈ വേപ്പ് ഇതുപോലെ പിടിച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നീണ്ട് കോല് പോലെ പോവുകയും ചെയ്യും, ഇലയൊക്കെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്ന് നശിച്ചു പോവുകയും ചെയ്യും. കൂമ്പ് തന്നെ ഒടിച്ചെടുക്കണം. എന്നാലാണ് ഇത് ഒടിച്ചെടുത്ത് നമുക്ക് നല്ലതുപോലെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് വെള്ളമൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് നമുക്കൊരു കാറ്റ് കയറാത്ത ഡപ്പയ്ക്കകത്തോ അല്ലെങ്കിൽ ഈ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടല്ലോ, സ്ട്രെച്ചബിളായിട്ടുള്ളത്, അതിനകത്തൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ എന്ത് വേണേൽ സൂക്ഷിക്കാം. പിന്നെ വേപ്പില എല്ലാത്തിലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല വേപ്പില കട്ടി, അച്ചാർ, അങ്ങനെ പലതും ഉണ്ടാക്കാമല്ലോ. ഇതിനൊക്കെ നല്ലത്. നമ്മുടെ വീട്ടിലുണ്ടാക്കണ വേപ്പിലയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് പറയണത് ഇതുപോലെ വേപ്പിൻ തൈ വെച്ച് പിടിപ്പിക്കുക. ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ വേപ്പിൻ തൈ ഇല്ലെങ്കിൽ ഉടനെ തന്നെ ഒന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ. വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.